പരീക്ഷയ്ക്ക് ഇതാ കാത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അവസാന കൂടം ബേസിക് സയൻസ് ആണ് അല്ലെ. അപ്പൊ നമ്മുടെ ബേസിക് സയൻസിൽ ബയോളജിയിൽ 20 മാർക്കിന്റെ ചോദ്യമാണ് വരുന്നത്. ടോട്ടൽ 60 മാർക്കാണ്. ബയോളജിയിൽ 20 പക്ക റെഡിയാക്കാൻ നിങ്ങൾ റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ മിസ് ഞങ്ങൾ പക്ക റെഡിയാണ്, ലൈവിൽ ഞങ്ങൾ റെഡിയാണെന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഏറ്റവും ഷുവർ ക്വസ്റ്റ്യൻസ് 20 നിങ്ങൾക്ക് മേടിച്ച് തരാൻ പറ്റുന്ന പുതിയ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസും കൊണ്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നേരെ തന്നെ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാൻ നോക്കിക്കോളാം. അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് ടു 1 to 4 ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദി ഓപ്ഷൻസ് ഗിവൺ ബിലോ. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ കേട്ടോ. അപ്പോൾ സയന്റിസ്റ്റ് ജോവാൻ ഓറോ ആർട്ടിഫിഷ്യലി സിന്തസൈസ്ഡ് നൈട്രജൻ ബേസ് അഡിനിൻ എന്ന് പറയുന്നുണ്ട്. അതായത് ജോവാൻ ഓറോ എന്ന ശാസ്ത്രജ്ഞൻ അഡിനിൻ എന്ന നൈട്രജൻ ബേസ് കൃത്രിമമായി നിർമ്മിച്ചു. രണ്ടാമത്തെ നോക്കാം. അമിനോ ആസിഡ് ഈസ് ആൻ ഓർഗാനിക് മോളിക്യൂൾ ഫോം ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് പ്രോട്ടീൻ. പ്രോട്ടീൻ നിർമ്മിക്കുന്നതിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകം അമിനോ ആസിഡ് ആണെന്ന് പറയുന്നു. മൂന്നാമത്തെ നോക്കിക്കോ. പ്രോകാരിയോട്ടിക് സെൽ എ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് വിത്ത് എ മെംബ്രെയിൻ ഇസ് സീൻ. അതായത് പ്രോകാരിയോട്ടിക് കോശങ്ങളിൽ സ്തരാവരണത്തോട് കൂടിയ ഒരു വ്യക്തമായ മർമ്മം കാണാൻ പറ്റുന്നു എന്ന് പറയുന്നു. നാലാമത്തേതോ പ്രിമിറ്റീവ് സെൽ വാസ് ഫോംഡ് ബൈ കോമ്പിനേഷൻ ഓഫ് സെൽഫ് റെപ്ലിക്കേറ്റിംഗ് അമിനോ ആസിഡ് ആൻഡ് സറൗണ്ടിങ് ലിപ്പിഡ് ലെയർ. സ്വയം ഇരട്ടിക്കാൻ ശേഷിയുള്ള അമിനോ ആസിഡുകളും അതിനെ ആവരണം ചെയ്ത കൊഴുപ്പ് പാളിയും ചേർന്നാണ് അമതികുമ കോശം രൂപപ്പെട്ടത് എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ നമുക്ക് പറയാൻ പറ്റും ആദ്യത്തെ 2 സ്റ്റേറ്റ്മെന്റ് വളരെ കറക്റ്റ് ആയിരുന്നു അല്ലേ. പക്ഷെ അവസാനത്തെ 2 തെറ്റാണ്. അതുകൊണ്ട് നമുക്കിതിൽ ഏത് ഓപ്ഷൻ പറയാം? ആദ്യത്തെ 1ഉം 2ഉം കറക്റ്റ് അല്ലേ. 1ഉം 2ഉം ശരി, 3ഉം 4ഉം തെറ്റ്. അപ്പൊ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അപ്പൊ ഇതുപോലെ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വരും. അപ്പൊ നല്ലോണം സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിയിട്ട് വേണം ഉത്തരം ഏതാണെന്ന് എഴുതാൻ കേട്ടോ. ഇനി അടുത്ത ചോദ്യം. ചൂസ് ദ റൈറ്റ് കറക്റ്റ് ആൻസർ. Choose and write the correct answer from the options given below where the pairs are correctly ordered. ശരിയായ ജോഡി ചേർത്ത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് പ്രോപ്പർ ആയിട്ടൊന്ന് നോക്കി നോക്കാം. ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ ഉണ്ട്, നാനോ ഫെർട്ടിലൈസർ ഉണ്ട്, പിന്നെയോ ബയോ ഫെർട്ടിലൈസർ ഉണ്ട്, ഓർഗാനിക് ഫെർട്ടിലൈസർ ഉണ്ട്. അപ്പൊ നാനോ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ നാനോ ഫോസ്ഫേറ്റ്. അത് കിട്ടിയില്ലേ? അത് ടിക്കനായിട്ട് നിങ്ങൾക്ക് കിട്ടും, അത് മിസ്സിന് അറിയാം. പിന്നെ അപ്പം ക്യൂ എന്ന് പറയുന്നത് 1 ക്യൂയിൽ 1 വരുന്നത് എവിടെയാ? ഓക്കെ, സിയിലാണ് വന്നിട്ടുള്ളത്, വേറെ എവിടെയും 1 വരുന്നില്ല. അപ്പൊ സി തന്നെയാണ് ആൻസർ വരേണ്ടത്. എന്നാലും നമുക്ക് ബാക്കിയുള്ളതും കൂടെ നോക്കാം. ബയോ ഫെർട്ടിലൈസർ കമ്പോസ്റ്റ് 6 ബയോ ഫെർട്ടിലൈസർ അല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓർഗാനിക് ഫെർട്ടിലൈസറും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓർഗാനിക് ഫെർട്ടിലൈസർ എന്ന് പറയുമ്പം ഏതാ വരിക? കമ്പോസ്റ്റ് ആണ് വരുന്നത്. ബയോ ഫെർട്ടിലൈസർ എന്ന് പറയുമ്പോൾ ഇത് വരും, റൈസോബിയം വരും. ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസർ യൂറിയം വരും. അപ്പൊ ഏതാണ്? സി തന്നെയാണ് കറക്റ്റ് അല്ലേ. സി തന്നെയാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഓരോ ഓപ്ഷൻസ് ഒന്ന് മാച്ച് ചെയ്ത് നോക്കുക. ആദ്യത്തിൽ തന്നെ പോയിട്ട് കറക്റ്റ് കുത്തണ്ട, എല്ലാം വായിച്ചു നോക്കിയിട്ട് തന്നെ ആൻസർ ചെയ്യാം. ഇനി ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്ത 1 മാർക്കിന്റെ ചോദ്യമാണ്. ഇനി നമ്മൾ നോക്കുന്നത് 2 മാർക്കിന്റെ ചോദ്യം. അപ്പൊ നമ്മുടെ പരീക്ഷയ്ക്ക് 1, 2, 3 മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരിക. 2 മാർക്കിന് നോക്കിയേ. ഫീച്ചേഴ്സ് ഓഫ് എ ഫാം ന്യൂലി സ്റ്റാർട്ടഡ് ബൈ എ യങ് ഫാമർ ആർ ഗിവൺ ബിലോ. അനലൈസ് ദം ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. അതായത് ഒരു യുവ കർഷകൻ പുതുതായി ആരംഭിച്ച ഒരു ഫാമിന്റെ സവിശേഷതകൾ തന്നിരിക്കുന്നു. അവ വിശകലനം ചെയ്ത് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. അപ്പൊ നോക്കിക്കോളാം. Farming is done on 5 acres of land. There is paddy cultivation on one side of the field. There is paddy cultivation on one side of the field, and about 50% of land is used for cattle rearing. അതായത് 5 ഏക്കർ സ്ഥലത്താണ് കൃഷിയുള്ളത്. പാടത്തിന്റെ ഒരു ഭാഗത്ത് നെൽകൃഷിയാണ്, 50 സെന്റ് സ്ഥലത്ത് പശു വളർത്തുന്നുണ്ട്. ഫാമിന്റെ മധ്യഭാഗത്ത് ഒരു കുളവും അതിൽ മത്സ്യകൃഷിയുമുണ്ട്. ഈ ഒരു തരത്തിലുള്ള ഫാമിങ്ങിനെ നമ്മൾ പറയുന്നതാണ് എന്താ? ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്, സംയോജിത കൃഷി. മത്സ്യകൃഷി, പശു വളർത്തല്, നെല്ലിലെ കൃഷി, ഇതെല്ലാം കൂടെ ചേർന്നാണ് നമ്മൾ നടത്തുന്നത് അല്ലെ. ഇത്തരത്തിലുള്ളതിനെ പറയുന്നതാണ് ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്, എല്ലാം കൂടെ ചേർന്ന സംയോജിത കൃഷി. രണ്ടാമത്തെ ചോദ്യം എന്താ? രണ്ടാമത്തെ ചോദ്യം ഇവിടെ പറയുന്നത് even if there is loss in one crop it can be compensated by others. അല്ലെ, എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഈ ഇന്റഗ്രേറ്റഡ് ഫാമിങ്ങിന്റെ ഒരു പ്രത്യേകത? യെസ്, ഇവിടെ ഒരു തരത്തിലുള്ള ഏതെങ്കിലും ഒരു ചെടി മോശമായി പോയാലും അല്ലെങ്കിൽ ഒരു കൃഷി മോശമായാലും ബാക്കിയുള്ളത് നമുക്കുണ്ട്. ഒരു വിളയിൽ നഷ്ടമുണ്ടായാലും മറ്റുള്ളവയിൽ നിന്ന് അത് പരിഹരിക്കാം. ഒന്നിന്റെ ഉൽപ്പന്നം മറ്റൊന്നിന് വളമായോ തീറ്റയായോ ഉപയോഗിക്കാം. ഇത് ചെലവ് കുറയ്ക്കുന്നു. ഇപ്പൊ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് അല്ലെങ്കിൽ സംയോജിത കൃഷിന്റെ ബെനിഫിറ്റ്സ്, അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ രണ്ടാമത്തെ ആൻസർ പഠിച്ചു വെക്കണം നിർബന്ധമായിട്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദി ഇമേജ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. 2 ചിത്രങ്ങളെയും ഒന്ന് സൂക്ഷിച്ച് സൂം ചെയ്ത് നോക്കിക്കൊള്ളാം എന്താ വ്യത്യാസം എന്നുള്ളത്. അപ്പം ഐഡന്റിഫൈ വിച്ച് എമംഗ് എക്സ് ആൻഡ് വൈ ഇസ് പ്രോകാരിയോട്ട്. ഇതിൽ ഏതാണ് പ്രോകാരിയോട്ട്, എക്സ് ആണോ വൈ ആണോ എന്ന് എഴുതണം. ഇതിന് തിരിച്ചറിയാൻ നിങ്ങൾ ഉപയോഗിച്ച സവിശേഷതകളും എഴുതണം. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തേത്
ഒന്നാമത്തേത് പ്രൊക്കാരിയോട്ടിക് സെൽ അല്ലെ, എക്സ് ആണ് പ്രൊക്കാരിയോട്ടിക് സെൽ എന്ന് മനസ്സിലായി. എന്തുകൊണ്ട് നമ്മളിത് തിരഞ്ഞെടുക്കാനുള്ള കാര്യം, ഇവർക്ക് വ്യക്തമായ ഒരു ന്യൂക്ലിയസ് ഇല്ല, ഇവർക്ക് മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് ഇല്ല, വളരെ കുറഞ്ഞ കോശാംഗങ്ങൾ മാത്രമേ ഇവർക്കുള്ളൂ അല്ലെ. പ്രൊക്കാരിയോട്ടിന്റെ പ്രത്യേകത ന്യൂക്ലിയസ് ഇല്ല, സെല്ല് ഓർഗനൽസ് വളരെ കുറവാണ്, കോശാംഗങ്ങൾ കുറവാണ്, അതുപോലെ തന്നെ സ്ഥര ആവരണമുള്ള കോശാംഗങ്ങളും ഇല്ല. അടുത്ത അഞ്ചാമത്തെയാണ്, കുറച്ച് പുഴുക്കളെയൊക്കെ നിങ്ങൾക്ക് കാണാം. റൈറ്റ് വൺ ക്യാരക്ടറിസ്റ്റിക് ഈച്ച് ഓഫ് ദ അഗ്രികൾച്ചറൽ ക്രോപ്പ് ഡെവലപ്ഡ് ത്രൂ ദ ഫോളോയിങ് മെത്തേഡ്. ഇവിടെ ഇമേജസ് തന്നിട്ടുണ്ട്, വ്യത്യസ്ത തരത്തിലുള്ള ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത്. ജനറ്റിക് എഞ്ചിനീയറിംഗ്, ടിഷ്യൂ കൾച്ചർ. റൈറ്റ് വൺ ക്യാരക്ടറിസ്റ്റിക് ഈച്ച് ഓഫ് അഗ്രികൾച്ചർ ക്രോപ്പ് ഡെവലപ്ഡ് ത്രൂ ദ ഫോളോയിങ്. അപ്പം ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് 5A എഴുതാം, അല്ലെങ്കിൽ 5B എഴുതാം. അപ്പം ഈ തന്നിട്ടുള്ള ജനറ്റിക് എഞ്ചിനീയറിംഗ് ടിഷ്യൂ കൾച്ചറിനെ പറ്റിയിട്ടാണ് എഴുതുന്നത്. ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ആർ റെസിസ്റ്റന്റ് ടു പെസ്റ്റ് ആൻഡ് ഡിസീസ് സം സർട്ടൻ എസെൻഷ്യൽ ന്യൂട്രിയന്റ്. അതായത് ജനിതക മാറ്റം വരുത്തി രോഗബാധിത ചെറുക്കുന്നു, ചിലതിന് പോഷകഗുണം ഉണ്ടാകുന്നു. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്താണ് ഈ ജനിതക എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്? ജനിതക എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട നമ്മുടെ ഒരു ക്രോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു വിള നമുക്കുണ്ടെങ്കിൽ അതിൻ്റെ ജീനുകളിൽ മാറ്റം വരുത്തി രോഗപ്രതിരോധ ശേഷിയും കീടനിയന്ത്രണവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. BT കോട്ടൺ, BT ബ്രിഞ്ചാളൊക്കെ ഇതിന് ഉദാഹരണമാണ്. ഈ BT കോട്ടൺ എന്ന് പറഞ്ഞാൽ അതിലേക്ക് വല്ല പുഴുക്കളൊന്നും വന്നാൽ അതിനെ ആ പുഴുക്കൾക്ക് ആ ചെടീനെ നശിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ, ആ ഇല തിന്നുമ്പോൾ ആ ഇലേൻ്റെ ഉള്ളിൽ ഓൾറെഡി ജീനിൽ മാറ്റമുള്ളത് കൊണ്ട് ആ ജീൻ വെച്ച് ഈ പുഴുക്കളെ നശിപ്പിക്കാൻ നമുക്ക് പറ്റും. അപ്പം ജീനിൽ മാറ്റം വരുത്തി നമ്മുടെ ചെടികൾക്ക് രോഗപ്രതിരോധ ശേഷി നേടുന്നു, അല്ലെങ്കിൽ കീടനിയന്ത്രണ പ്രക്രിയ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ടിഷ്യൂ കൾച്ചറോ ദാറ്റ് ക്രോപ്സ് ഹാവ് ഓൾ ക്യാരക്ടറിസ്റ്റിക് ഓഫ് പാരന്റ് പ്ലാന്റ്. ഇവിടെ നമ്മുടെ ടിഷ്യൂ കൾച്ചറിലൂടെ ഉണ്ടാകുന്നതിന്റെ പ്രത്യേകത എന്താണോ നമ്മൾ എടുത്ത മാതൃസസ്യം, ആ മാതൃസസ്യത്തിന്റെ എല്ലാ സ്വഭാവ സവിശേഷതയും ഉള്ള ചെറിയ യങ് വൺസിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്ന ടിഷ്യൂ കൾച്ചർ. ഇനി XY തന്നിട്ടുണ്ട്, ഐഡന്റിഫൈ ദ പെസ്റ്റ് X ആൻഡ് Y. ഈ തന്നിട്ടുള്ള XY തിരിച്ചറിയുക. പിന്നെയോ, ഹൗ ഡസ് ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ് ഹെൽപ്പ് കൺട്രോൾ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പെസ്റ്റ്. IPM എങ്ങനെയാണ് രോഗങ്ങളുടെ പെരുകലിനെ തടയുന്നത് എന്നാണ്. കീടനാശിനികൾ അല്ലെ, കീടങ്ങളുടെ പെരുകലിനെ തടയുന്നത് എങ്ങനെയാണെന്നാണ് ചോദ്യം. സിമ്പിൾ ആയിട്ട് മിസ് പറഞ്ഞുതരാം. ഈ തന്നിട്ടുള്ള X എന്ന് പറയുന്നത് പോഡ് ബോർഡർ ആണ്, പോഡ് ബോർഡർ കായത്തുരപ്പൻ എന്ന് പറയും. Y എന്ന് പറയുന്നത് ലീഫ് റോളിംഗ് ആണ്, ഇല ചുരുട്ടിപ്പുഴുവാണ്. ഇനി എന്താണ് ഇവിടെ നോക്കിക്കേ, ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യും, മെക്കാനിക്കൽ കൺട്രോൾ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഈ രണ്ട് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവരെ അടിച്ചോടിച്ച് നശിപ്പിക്കാൻ പറ്റും അല്ലെ, അപ്പൊ സംയോജിത കീടനിയന്ത്രണത്തിന്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കി വെക്കണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ കീടനാശിനി, യാന്ത്രിക നിയന്ത്രണം, മിത്രകീടങ്ങള്, അതുപോലെ മെക്കാനിക്കൽ കൺട്രോൾ, നമ്മുടെ ഫ്ലൈ ട്രാപ്പ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് കീടങ്ങളെ എന്ത് ചെയ്യാൻ, നിയന്ത്രിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ഈ ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് വളരെ ഉപയോഗപ്രദമാണെന്ന് പറയുന്നത്. അടുത്ത, അനലൈസ് ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ലൈഫ് ഒറിജിനേറ്റഡ് ഇൻ ഓൺ അതർ പ്ലാനറ്റ് ആക്സിഡന്റലി റീച്ച് എർത്ത് ഇൻ ദി ഫോം ഓഫ് മൈക്രോ ഓർഗാനിസം ഓർ സ്പോർ. ഭൂമിയിൽ ജീവന്റെ ആവിർഭാവവുമായി ബന്ധപ്പെട്ട് PQ എന്നീ സിദ്ധാന്തങ്ങൾ തിരിച്ചറിയുക. ഇതിൽ ഏത് സിദ്ധാന്തത്തിനാണ് ശാസ്ത്രലോകത്ത് കൂടുതൽ അംഗീകാരം ലഭിച്ചത്? ഇതിൽ നമുക്ക് കാണാൻ പറ്റും, ആദ്യത്തേത് വേറെ എവിടെയോ ജീവൻ ഉണ്ടായിരുന്നു, രേണുക്കൾ അല്ലെങ്കിൽ സ്പോറൊക്കെ വഴി നമ്മുടെ ഭൂമിയിലേക്ക് എത്തിയതാണെന്ന് പറയുന്ന തിയറിയാണ് ഇത്, പാൻസ്പെർമിയ തിയറി. ഇനി രണ്ടാമത്തേത് എന്ന് പറഞ്ഞാലോ, നമ്മുടെ ഭൂമിയിൽ തന്നെ ഓഷ്യൻ, സമുദ്രത്തിന്റെ ഉള്ളിൽ പല രാസമാറ്റങ്ങളിലൂടെ ജീവൻ ഉണ്ടായതെന്ന് പറയുന്നതാണ് എന്ത്, രണ്ടാമത്തേത് കെമിക്കൽ എവല്യൂഷൻ തിയറി അല്ലെങ്കിൽ രാസപരിണാമ സിദ്ധാന്തം. ഇനി B ക്വസ്റ്റ്യനോ, ഇത് ഏത് സിദ്ധാന്തത്തിലാണ് ശാസ്ത്രലോകത്ത് കൂടുതൽ അംഗീകാരം ലഭിച്ചത്? അത് നമ്മുടെ കെമിക്കൽ എവല്യൂഷൻ തിയറിയാണ്. കാരണം സയന്റിസ്റ്റുകൾ അത് എന്ത് ചെയ്തു, നമ്മളെ എക്സ്പെരിമെന്റ് നടത്തി, യുറേ മില്ലർ എക്സ്പെരിമെന്റ് വഴി അതിനെ പ്രൂവ് ചെയ്തിട്ടുമുണ്ട്. ഇനി ഏഴാമത്തെ നോക്കിക്കോണേ, ഇഫ് കണ്ടീഷൻ സിമിലർ ടു ദോസ് ഓഫ് പ്രിമിറ്റീവ് എർത്ത് എക്സിസ്റ്റഡ് ടുഡേ വുഡ് ദ സർവൈവൽ ഓഫ് ലൈഫ് ബി പോസിബിൾ. ആത്മഭൂമിയിലേതിന് സമാനമായ സാഹചര്യങ്ങളാണ് ഇന്ന് ഉണ്ടായിരുന്നതെങ്കിൽ ജീവന്റെ നിലനിൽപ്പ് സാധ്യമാണോ? നിങ്ങളുടെ അഭിപ്രായത്തെ സാധൂകരിക്കുക. ഇല്ലല്ലേ, അറ്റ്മോസ്ഫിയറിൽ ഫ്രീ ഓക്സിജൻ ഇല്ല, അവിടെ വേറെ ഒന്നുമില്ല, ആ സമയത്ത് നമുക്ക് ജീവൻ ഉണ്ടാവോ? ഇല്ല. ഹൈ ടെമ്പറേച്ചർ ആണ്, നോ ഫ്രീ ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ, മീത്തേൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ജീവൻ ഉണ്ടാവാൻ വളരെ ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തേതോ, eukaryotic cell gained the ability to produce energy after engulfing bacteria. Do you agree with this statement? അതായത് യൂക്കാരിയോട്ടിക് കോശങ്ങൾ
ഊർജ്ജ ഉൽപാദന ശേഷി ലഭിച്ചത് അവ ബാക്ടീരിയകളെ വിഴുങ്ങിയതിനു ശേഷമാണ്. ശരിയല്ലേ? നമ്മൾ പഠിച്ചിരുന്നു എയറോബിക് ബാക്ടീരിയനെ നമ്മുടെ യൂക്കാരിയോട്ടുകൾ വിഴുങ്ങിയപ്പോഴാണ് അത് മൈറ്റോകോൺട്രിയ ആയിട്ട് മാറിയത്. അപ്പൊ ഈ ഡൈജസ്റ്റിംഗ് എൻഗൾഫ്ഡ് ദ എയറോബിക് ബാക്ടീരിയ, യൂക്കാരിയോട്ടിക് സെൽ പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ടു ഇറ്റ് ആൻഡ് ടേൺസ് ഇൻ ടു മൈറ്റോകോൺട്രിയം. അപ്പൊ മൈറ്റോകോൺട്രിയ ആയിട്ട് മാറ്റിയത് കൊണ്ട് തന്നെ അവിടെ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ, ഊർജം നിയന്ത്രിക്കാൻ ആര് സഹായിച്ചു? നമ്മുടെ ഈ ഒരു യൂക്കാരിയോട്ടിന് ഗുണകരമായി. എട്ടാമത്തേതും 2 മാർക്കിന്റെ ചോദ്യമാണ്. സാമ്പിൾ പ്രസന്റേഷൻ സ്ലൈഡ് ഹൈലൈറ്റിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് നേറ്റീവ് വെജിറ്റബിൾസ് ഇസ് പ്രൊവൈഡഡ് ബേസ്ഡ് ഓൺ ദി മോഡൽ. റൈറ്റ് 2 ideas that can be included in the slide explaining environmental importance of native vegetable. നാടൻ പച്ചക്കറി ഇനങ്ങളുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പ്രസന്റേഷൻ സ്ലൈഡാണ് മാതൃകയിൽ നൽകിയിരിക്കുന്നത്. മാതൃക അടിസ്ഥാനമാക്കി നാടൻ പച്ചക്കറി ഇനങ്ങളുടെ പരിസ്ഥിതി പ്രാധാന്യം വ്യക്തമാക്കി തയ്യാറാക്കുന്ന സ്ലൈഡുകളിലേക്ക് ഉൾപ്പെടുത്താവുന്ന 2 ആശയങ്ങൾ എഴുതാനാണ്. അപ്പൊ നേറ്റീവ് വെജിറ്റബിൾസ് ആർ നേച്ചേഴ്സ് ഗിഫ്റ്റ്, അല്ലെ? നാടൻ പച്ചക്കറികൾ പ്രകൃതിയുടെ വരദാനമാണ്. grown without chemical fertilizer, provide health and immunity, keeping us energetic always. We can eat poison-free food, raise healthy generation. അപ്പം നാടൻ പച്ചക്കറികളുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അവർ പ്രാദേശിക പരിസ്ഥിതിയോട് ഇണങ്ങി വളരുന്നവയാണ്, അല്ലെ? നമ്മുടെ ലോക്കൽ എൻവയോൺമെന്റിൽ തന്നെ നല്ലോണം ഉണ്ടാവുന്നവരാണ്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ മാറ്റത്തെ അതിജീവിക്കും, പ്രാണികളെ നിലനിർത്തുന്നതിൽ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് സഹായിക്കും. അപ്പൊ അവർക്ക് അതിനോടുള്ള പെസ്റ്റിനെ റിജക്ട് ചെയ്യാനൊക്കെയുള്ള കപ്പാസിറ്റി അവർക്കുണ്ട്. അപ്പൊ അവർ നല്ലോണം എന്ത് ചെയ്യും, നല്ല ഈൽഡ് നമുക്ക് തരും. 9ാമത്തെ ചോദ്യം ഇതാ. What was the aim of setting up experiment? Why were methane, ammonia, hydrogen, water vapor used in experiment? Experiment was a failure because source of energy on primitive earth could not be recreated. അല്ലെ? ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ഈ കാണിച്ചിട്ടുള്ള രീതിയിൽ പരീക്ഷണ സംവിധാനം തയ്യാറാക്കിയതിന്റെ ഉദ്ദേശം എന്ത്? ഈ പരീക്ഷണത്തിൽ മീത്തേൻ, അമോണിയ, ഹൈഡ്രജൻ, ജലബാഷ്പം എന്നിവ ഉപയോഗിച്ചതിന് കാരണം എന്ത്? ആത്മഭൂമിയിൽ ഊർജ്ജത്തിന്റെ ഉറവിടങ്ങൾ പുനഃസൃഷ്ടിക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ പരീക്ഷണം ഒരു പരാജയമായിരുന്നു എന്ന് പറയുന്നു. അതിനോട് യോജിക്കുന്നുണ്ടോ എന്നാണ്. ഇത് നമ്മുടെ യുറേ മില്ലർ എക്സ്പെരിമെന്റ് ആണ്. ഇവിടെ നമുക്കറിയാം പ്രിമിറ്റീവ് എർത്തിന്റെ കണ്ടീഷൻ വീണ്ടും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പരീക്ഷണം നടത്തിയത്. അതായിരുന്നു ഇവരുടെ എയിം എന്ന് പറയുന്നത്. അമിനോ ആസിഡുകളെ പോലത്തെ ജൈവ തന്മാത്രകളും അജൈവ ഘടകങ്ങളും ഇതിൽ നിന്നും സമന്വയിപ്പിക്കാൻ കഴിയുമെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് യുറേ മില്ലർ പരീക്ഷണം നടത്തിയത്. ആൻഡ് അന്നത്തെ ഗ്യാസസ് ഏതൊക്കെയായിരുന്നു? മീത്തേൻ, അമോണിയ, ഹൈഡ്രജൻ, വാട്ടർ വേപ്പർ ആണ്. ഓർഗാനിക് കോമ്പൗണ്ട് ഫോംഡ് വാസ് അമിനോ ആസിഡ്. ആദ്യമായിട്ട് അതിൽ യുറേ മില്ലർ പരീക്ഷണം വേണ്ടി ഉണ്ടായത് എന്താ? നമ്മുടെ അമിനോ ആസിഡ് ആണ്. ഇനി though the sources of energy on primitive earth could not be recreated, electric spark is used instead. അല്ലെ? അന്ന് ഈ പറയുന്ന വോൾക്കാനിക് എറപ്ഷൻസും സൂര്യപ്രകാശത്തിനൊക്കെ പകരമായിട്ട് ഈ പരീക്ഷണത്തിൽ നമ്മൾ ഉപയോഗിച്ചത് എന്താണ്? ഇലക്ട്രിക് സ്പാർക്ക് കൊടുത്തു. ഇലക്ട്രോഡുകളെ വെച്ച് ഇലക്ട്രിക് സ്പാർക്ക് കൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, അടുത്തത് 10ാമത്തെ ചോദ്യമാണ്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഔട്ട് ദ റീസൺ ഫോർ അബാൻഡനിങ് അഗ്രികൾച്ചർ. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് കണ്ടക്ടഡ് എ സർവേ എമംഗ് ഫാമേഴ്സ് ഇൻ എ സർട്ടൻ റീജിയൻ. അല്ലെ? പലരും കൃഷിയിൽ നിന്ന് പോകുന്നതിന്റെ ഒരു സർവേ നടത്തിയതാണ്. കീടബാധ, സ്ഥലപരിമിതി, ജലലഭ്യതക്കുറവ്, കാലാവസ്ഥ വ്യതിയാനം, ഉൽപാദന ചെലവ്, മറ്റുള്ളവ. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ കർഷകർ എന്ത് ചെയ്തത്? കൃഷി നിർത്തിയത്. ഐഡന്റിഫൈ ദ മെയിൻ റീസൺ വൈ മോസ്റ്റ് ഫാമേഴ്സ് ഇൻ ദ റീജിയൻ അബൻഡന്റ് അഗ്രികൾച്ചർ. ലിമിറ്റേഷൻ ഓഫ് ലാൻഡ് ആണ്, അല്ലെ? ഇവിടെ അല്ലെങ്കിൽ ഇവർക്ക് കൃഷി ചെയ്യാനുള്ള സ്ഥലപരിമിതിയാണ് മിക്ക കർഷകരും കൃഷി ഒഴിവാക്കാനുള്ള കാരണം. ഈ ഗ്രാഫ് വെച്ച് നമുക്കത് മനസ്സിലാക്കാം. 2ാമത്തെ ചോദ്യം എന്താണ്? Some specific farming method adopted in the region ensured water scarcity did not significantly affect the farmer. അല്ലെ? ചില പ്രത്യേക കൃഷി രീതികൾ അവലംബിച്ചത് കൊണ്ടാണ് ആ പ്രദേശത്തെ കർഷകരെ ജലലഭ്യതക്കുറവ് കാര്യമായി ബാധിക്കാത്തത്. അവയിൽ ഏതെങ്കിലും 2 എഴുതാനാണ്. ഒന്ന് ഡ്രിപ്പ് ഇറിഗേഷൻ, അതുപോലെ തന്നെ വിക്ക് ഇറിഗേഷൻ, മൾച്ചിങ് ആണ്. അല്ലെ? തുള്ളിനന, തിരിനന, പുതിയിടലൊക്കെയാണ് ഇതിന്റെ മറ്റൊരു രീതി എന്ന് പറയുന്നത്. ഇനി ഇതല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഫെർട്ടിലൈസർ യൂസേജ് മെത്തേഡ്സ് ഓഫ് ഡിഫറെന്റ് ഫാമേഴ്സ് ആർ ഗിവൻ ബിലോ. അനലൈസ് ദം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. വിവിധ കർഷകരുടെ വളപ്രയോഗ രീതികൾ ചുവടെ നൽകിയിരിക്കുന്നു. അത് വിശകലനം ചെയ്ത് ഉത്തരം എഴുതാൻ. കർഷകർ 1 അമോണിയം ഫോസ്ഫേറ്റ്, യൂറിയ തുടങ്ങിയ കൃത്രിമ വളങ്ങൾ ഉപയോഗിക്കുന്നു. കർഷകർ 2 പച്ചിലവളം, ചാണകം, ഓർഗാനിക് വേസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. 3ാമത്തേതോ റൈസോബിയം മൈക്കോറൈസ. അപ്പം എക്സ്പ്ലെയിൻ ഹൗ ദ ഫാമിംഗ് മെത്തേഡ് അഫക്ട് സോയിൽ സ്ട്രക്ചർ ആൻഡ് സർവൈവൽ ഓഫ് ഡികമ്പോസേഴ്സ് ബേസ്ഡ് ഓൺ ദ സ്റ്റേറ്റ്മെന്റ് ന്യൂട്രിയൻ ദാറ്റ് ക്യാൻ ബി ഈസിലി അബ്സോർബ്ഡ് ബൈ പ്ലാന്റ് ഹെൽപ്പ് ഇൻ ബെറ്റർ ഈൽഡ്. അതായത് സസ്യങ്ങൾക്ക് എളുപ്പത്തിൽ ആഗിരണം ചെയ്യാൻ കഴിയുന്ന പോഷകങ്ങളാണ് മികച്ച വിളവ് നൽകാൻ സഹായിക്കുന്നത് എന്ന പ്രസ്താവനയെ അടിസ്ഥാനമാക്കി കർഷകർ 1, കർഷകർ 2 എന്നിവർ ഉപയോഗിച്ച വളങ്ങൾ എങ്ങനെ പ്രവർത്തിക്കൂ എന്ന് വിശദീകരിക്കാനാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? ഫാമർ 1 കെമിക്കൽ ഫെർട്ടിലൈസർ ആണ്. അത് വളരെയധികം ദോഷം ചെയ്യും. കെമിക്കൽ ടെക്സ്ചർ, മണ്ണിന്റെ ഫലഭൂഷ്ഠയും ആ ഒരു ആരോഗ്യവും ഒക്കെ നശിപ്പിക്കും. ഫാമർ 2, 3 എന്ത് ചെയ്തില്ല? വളത്തെയോ മണ്ണിനെയോ നശിപ്പിക്കുന്നില്ല. ഇനി 2ാമത്തെ ചോദ്യത്തിലോ
നമ്മുടെ ഒന്നാമത്തെ ഫാമറിന്റെ ആണ് പെട്ടെന്ന് ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്യുക. പക്ഷെ ഫാമർ 2 ആണ് എന്ത് ചെയ്തത്, ന്യൂട്രിയൻ മേ ബി ലെസ് ബട്ട് പ്രോസസ് ഓഫ് ഡികമ്പോസിഷൻ ടേക്സ് പ്ലേസ് എ ലോങ് ടൈം. അല്ലെ, സസ്യങ്ങൾ എളുപ്പം ആഗിരണം ചെയ്യാൻ കഴിയും, എന്നാൽ കർഷകർ 2 പോഷകങ്ങൾ ലഭ്യമാവാൻ കാലതാമസം എടുക്കാം, പോഷക ഘടകങ്ങളും എന്തായിരിക്കാം, കുറവായിരിക്കുകയും ചെയ്യാം. ഇതുപോലെ കർഷകരുടെ സിറ്റുവേഷൻ തന്നിട്ട് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ആലോചിച്ച് മനസ്സിലാക്കി എന്താണ് ഓർഗാനിക് ഫാമിങ്ങിന്റെ ഗുണം, എന്താണ് കെമിക്കൽ ഫാമിങ്ങിന്റെ ഗുണദോഷങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ മനസ്സിലാക്കി തന്നെ ആൻസർ ചെയ്യാം. കൂടുതൽ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യും. കറക്റ്റ് തന്നെ 7:15 വരിക. അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ച് പരീക്ഷയ്ക്ക് സെറ്റ് ആക്കണം കേട്ടോ. ബൈ.